നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പറയുന്ന വേറൊരു കാര്യം, പലസ്തീനിൽ കുഞ്ഞു മക്കളെ അതികഠോരമായി ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകത്തെ ഏതാണ്ട് മുഴുവൻ ജനങ്ങളും വേണ്ടത്ര ഉത്തരവാദിത്വ ബോധം കാണിച്ചില്ല. അത് ദൈവകോപം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അനുഭവിക്കാൻ ലോകം ഇന്ധനാവസ്ഥ എത്തി എന്ന് മന്ത്രിയുടെ പ്രസ്താവനയുണ്ട്. ഗാർഹിക ഇന്ധനം കുഴപ്പമില്ല, ഗ്യാസ് കുഴപ്പമില്ല, മറ്റുള്ളത് പോയി. ഇവിടെ പല ഹോട്ടലും പൂട്ടിക്കഴിഞ്ഞു. ലോകം അങ്ങേറ്റം പ്രതിസന്ധിയിലേക്കും പ്രത്യാഘാതത്തിൽ പോവാണ്. അപ്പോൾ ദൈവം വിചാരിക്കുന്നത് ഇതെല്ലാം ലോക ജനത മൊത്തത്തിൽ അത് അനുഭവിക്കണം. കാരണം കുഞ്ഞു മക്കളെ പലസ്തീൻകാർ, ഗാസയിലെ ഹമാസുകാർ അവിടെ കയറി തെറ്റാണെങ്കിൽ മനസ്സിലാക്കാം. അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 10 ഇരട്ടി ആളെ കൊല്ലാം. അതും പട്ടാളക്കാരെയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായവരോ യോദ്ധാക്കളെ. ഇത് സുഖമില്ലാതെ കിടക്കുന്നൊരു കുഞ്ഞുമക്കൾ അശരണരാണ്. അങ്ങനെ അശരണരെ അങ്ങനെ ആക്രമിച്ചാൽ ഈ ലോകം നിലനിൽക്കുന്ന ദൈവശക്തി ഉണ്ടെങ്കിൽ അത് മാറുക അല്ലെങ്കിൽ പരിഹാരം കാണണ്ടേ, ഒരു പരീക്ഷ നടത്തണ്ടേ. അതായിരിക്കാം ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഇത്. ജനങ്ങളെല്ലാം ഭയവിഹ്വലരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഇന്ധനം, പെട്രോള്, ഊർജമാണല്ലോ. നമ്മൾ 3 സയൻസില്ലേ, ഒന്ന് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോളജി. ഊർജ്ജം ഇല്ലാതെ ചലിക്കാൻ പറ്റൂ? അവസ്ഥ പരിതാപകരമാണ്. അത് തന്നെയല്ല, അങ്ങനെ നിഷിദ്ധവും നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരുണമായ പ്രവൃത്തി ഇസ്രായേൽ സപ്പോർട്ട് ചെയ്ത് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനെ പ്രതികരിച്ചില്ല. മാത്രമല്ല, അതിൽ പല വൻകിട നേതാക്കളും 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളിലെ പൂക്കൾ പറിക്കാൻ നടക്കായിരുന്നു. 700 മൈലോ മറ്റോ 700 കിലോമീറ്റർ ഉള്ള ഒരു സാമ്രാജ്യം ദ്വീപ് വില കൊടുത്ത് വാങ്ങി യാതൊരു പ്രവേശനമില്ലാത്ത രീതിയിൽ ഈ തടിമാടന്മാർ, 100-130 കിലോ ഉള്ള തടിമാരന്മാർ, പടുവൃദ്ധ കിളവന്മാർ വന്ന് 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ അവർക്ക് കരയാൻ പോലും പറ്റുമോ? ദൈവമേ, പടച്ചവനെ, അല്ലെങ്കിൽ അള്ളാഹുവേ, ഈശ്വര, നീ സൃഷ്ടിച്ച മനുഷ്യമൃഗങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ? അവിടെ പ്രതികരിക്കാൻ പോയിട്ട് അനങ്ങാൻ പറ്റുന്നുണ്ടോ? അത്ര നീചമായി പ്രവൃത്തി ചെയ്തിട്ട് ഈ ലോകം ഇനി ഇങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ എന്താ പിന്നെ ദൈവം ഉണ്ടതിന്? ഇത്ര ആ സംഭവം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള പെട്ടെന്ന് യുദ്ധം ഉണ്ടാക്കിയതൊക്കെ. പല വമ്പന്മാരും നമ്മൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു 6-7 പടുവൃദ്ധന്മാർ, ഈ 6-7 വൃദ്ധര് ഈ ഭൂമുഖത്ത് പോയാലേ ലോകം നന്നാവുള്ളൂ. യാതൊരു കാലം അവർക്ക് 3-4 വർഷങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ കോടാനുകോടി രൂപ ചെലവ് ചെയ്ത് ലോകം മുഴുവൻ കഷ്ടപ്പാടാക്കുന്നത്. ഒരു എന്തെങ്കിലും സത്യമുണ്ടോ? ആരും ജയിക്കുന്നുണ്ടോ? അതുകൊണ്ട് അതിൻ്റെ ശാപം നമ്മളെല്ലാവരും വഹിക്കേണ്ടി വരും. അതിൽ തെറ്റ് ചെയ്തു ആഘോഷത്തോടെ നിൽക്കട്ടെ. മറ്റ് യുദ്ധത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. വീണ്ടും ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനെക്കുറിച്ചാണ്. അതിൽ UDF നിലപാടിനെ കുറിച്ചാണ്, UDF തീരുമാനത്തെക്കുറിച്ചാണ്. LDF നമ്മൾ കണക്കിലെടുക്കുന്നില്ല, UDF കുറിച്ചാണ്. അത് വേറെ മറ്റൊന്നുമില്ല. ജനസംഖ്യക്ക് ആനുപാതികമായ രീതിയിൽ എല്ലാ വിഭാഗങ്ങളും തുല്യമായിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കണമെന്നും അതിൽ പ്രബല സമുദായ മുസ്ലിം സമുദായത്തിന് 47 സീറ്റുകളും മിനിമം കിട്ടണമെന്നും അതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ, ഇപ്പോൾ ഇന്നലെ ഇറാൻ പറഞ്ഞ പോലെ നേരിട്ടറിയാം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ ഇറാൻ്റെ കഴിവ്. അതുപോലെ ഞങ്ങളതിന് പ്രതികരണം അന്തരം എത്ര തീവ്രമായിരിക്കും, എത്ര ഭീകരമായിരിക്കുള്ളൂ അനുഭവത്തിൽ നിങ്ങൾക്ക് ബോധ്യവും. കാരണം ഇവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, 23% ഈഴ വിഭാഗത്തിന് 6-1 അവകാശമുണ്ട് മന്ത്രിസ്ഥാനം കിട്ടി. 6-1
മറിച്ച് 9% മറ്റൊരു വിഭാഗത്തിന് 1/6 അല്ല 6/1 ആണ്. അത് 1-ന് 6 ഇരട്ടിയാണ്. അത് മൊത്തം നോക്കുമ്പോൾ 1/6ഉം 6/1 തമ്മിൽ ടോട്ടൽ 36 എന്നാൽ ഈഴ സമുദായത്തിൽ കിട്ടിയ മന്ത്രിമാരുടെ റേഷ്യോയും നായർ സമുദായം കിട്ടിയ മന്ത്രി റേഷ്യോ നോക്കിയാൽ 1:36 അനുപാതം 36 36 വ്യത്യാസമുണ്ട്. അത് അവർ മണ്ടന്മാരെന്ന് മാത്രമല്ല ഈഴ വിഭാഗം കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകളും വിധേയത്തുള്ളവരാണ്. പക്ഷെ മുസ്ലിം സമുദായം അങ്ങനെയല്ല. 50% പേരും അത് 45% ഏതാണ്ട് മുസ്ലിങ്ങൾ ലീഗ് അനുഭാവി, 40% ഏതാണ്ട് കോൺഗ്രസ് അനുഭാവികൾ, ബാക്കി 10% കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. അപ്പോൾ ഈ 45% മുസ്ലിം, അപ്പോൾ ആകെയുള്ള മുസ്ലിങ്ങൾ 50% മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗ് അനുഭാവികൾ. ബാക്കി 50% പുറത്ത് കിടക്കാണ്. ഈ 50% പ്രതികരിക്കുന്നവരാ. ഈ പറയുന്ന മൊയ്തീൻ ഷായെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട്, ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്താൽ അത് നിങ്ങൾ ചോദ്യം ചെയ്യണം. അല്ലാതെ ലീഗ് അണികൾ ലീഗ് നേതാക്കളെ വിധേയരാകുന്ന പോലെ, കോൺഗ്രസ് അണികൾ കോൺഗ്രസ് നേതാക്കൾ മുമ്പിൽ വിധേയരാകുന്ന പോലെ, കൂഞ്ഞു നിൽക്കുന്ന പോലെ ഓച്ച നിൽക്കില്ല. ഞാനാണ് തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ചൂണ്ടിപ്പറയണം, അല്ല എനിക്ക് പ്രത്യേകതയൊന്നുമില്ല. അങ്ങനെ വളർത്തിയ 50% മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ. ബാക്കി 50% വിധേയരായിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിരിക്കില്ല. ലീഗ് അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളും അവർക്ക് നേതാക്കൾ കിട്ടുവാനില്ല. ബാക്കി 50%, ഈ 50% ശരിക്കും പ്രതികരിക്കും. അതെങ്ങനെയാണ് പ്രതികരിക്കുന്നത് കോൺഗ്രസ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലായിരിക്കും. ഇതൊരു മൊയ്തീൻ ഷാ പറഞ്ഞപ്പോഴേ ആര് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത അവർ എന്ത് ചെയ്യാൻ പറ്റുള്ള? ഇപ്പം ഇറാൻ പറയും പോലെ എന്ത് ചെയ്യാൻ പറ്റും കാണിച്ചു തരാം. സ്ഥാനാർത്ഥി ലിസ്റ്റ് വരട്ടെ. ഇപ്പം ഏതാണ്ട് പറ്റി പതുങ്ങിയൊക്കെ ആയിട്ട് മുഴുവൻ സ്ഥാനാർത്ഥി ലിസ്റ്റും അണ്ടർഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി അത് പ്രഖ്യാപിച്ചാൽ മതി. എന്ത് പ്രഖ്യാപിച്ചാലും കൊള്ള ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഈ സമുദായത്തിൽ കിട്ടിയില്ലെങ്കിൽ കുഞ്ഞാക്കരെയും നങ്ങടെയും നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്തെങ്കിലും നക്കപിച്ച് അവർക്ക് കൊടുത്ത് ബാക്കിയുള്ള ഈ സമുദായത്തിൽ കൊടുക്കാതെ നിങ്ങൾ മറ്റുള്ളവർ കൊടുത്താൽ 100% അത് ശരിയാവില്ല. മാത്രമല്ല അതിൻ്റെ പ്രതികരണം വളരെ തീവ്രമായിരിക്കും. ഇനി ഒരു കാര്യം ഞാൻ 1-2 പോയിന്റ് അങ്ങോട്ട് പറയാം. ഇത് ഞാൻ 4 കോൺഗ്രസ് അല്ല മൊയ്തീൻ ഷാ. ഇവിടെ മുസ്ലിങ്ങൾ 40% മുസ്ലിം, ആകെ മുസ്ലിങ്ങൾ 45% ലീഗ് അനുഭാവികൾ, 40% കോൺഗ്രസ് സംഭവിക്കാം, 10% കമ്മ്യൂണിസ്റ്റ് പോയിട്ടുണ്ട്. ഈ 45% ലീഗ് അനുഭാവികളാണുള്ളെങ്കിൽ അത്ര അനുഭാവികൾ കോൺഗ്രസ് ഉണ്ടല്ലോ. ഇതിൽ കോൺഗ്രസിനെ ഉള്ളതിനേക്കാൾ മുസ്ലിം സമുദായം കൂടുതൽ ലീഗിലുണ്ടോ എനിക്കറിയില്ല. ഏതായാലും വന്നത് തുല്യ വരുള്ളൂ. അത് ആകെയുള്ള മുസ്ലിങ്ങളിൽ പകുതിയെങ്കിൽ ലീഗ് അനുഭാവികൾ, ബാക്കി പകുതിയാണ് പുറത്ത് കിടക്കണം. പക്ഷെ പകുതിയൊന്നും 4 ഉള്ളൂ. വാസ്തവത്തിൽ 1,40,00,000 മുസ്ലിങ്ങളുള്ളിൽ 23 ലക്ഷം എന്ന് പറഞ്ഞാൽ 5-1 വരുന്നുള്ളൂ. അത് നമുക്ക് 3-1 കണക്കാക്കാം. ഇനി പകുതിയായിട്ട് കണക്കാക്കിയാൽ പോലും നിങ്ങൾ 27 സീറ്റ് കൊടുത്തില്ലേ മുസ്ലിം ലീഗിന്. അപ്പം അത്രയെങ്കിലും ഈ സമുദായത്തിൽ പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങൾ കൊടുക്കണ്ടേ? നമ്പർ 1. അപ്പോൾ പകുതി മുസ്ലിങ്ങളെങ്കിലും ലീഗ് അനുഭാവികളാണെങ്കിൽ, അത്രയും തന്നെ മുസ്ലിങ്ങൾ കോൺഗ്രസ് അനുഭാവികളാണെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. വാദം മാത്രമാണ് മുഴുവൻ ശരിയല്ല, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ഈ 27 സീറ്റുകൾ ലീഗ് കൊടുത്തല്ലോ, അല്ലെ 4 സീറ്റ് പുറത്ത് മുസ്ലിം കൊടുക്കാം, അത് അവരുടെ കാര്യം. പക്ഷെ അത്രയും സീറ്റുകൾ ഈ 80% കൊടുക്കണ്ടേ? അപ്പോഴും അവിടെ 27 സീറ്റ് കിട്ടാൻ ബാധ്യതയുണ്ടല്ലോ, അവിടെ ന്യായമുണ്ടല്ലോ. മറ്റൊന്ന്, ജനസംഖ്യയ്ക്ക് ആനുപാതികമാണെങ്കിൽ 33% അല്ലെങ്കിൽ 35% ഉണ്ടെങ്കിൽ അതൊരു 140 3 കൂട്ടിക്കോ, 47. 24 23 പോയാൽ ബാക്കി 24 2 ഡസനിൽ കൊടുക്കണം. ഏത് നിലക്കും മനസ്സിലായില്ലേ? ഏത് നിലക്കും 24 സീറ്റ് കോൺഗ്രസ് മുന്നണിയിൽ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുസ്ലിം കൊടുക്കണം. ആർക്ക് എവിടെ എപ്പോൾ എങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല, അത് ഞങ്ങളുടെ പണിയല്ല. ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. അവർ റിപ്പോർട്ട് കൊടുക്കില്ല, അവർ അവിടെ ഒന്നും ചെയ്യില്ല, അവരോട് പോയി ഇടപെടുകയില്ല. അവർ കിട്ടിയ റിപ്പോർട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കും. അതുപോലെ നിങ്ങൾ പറയേണ്ടത് ഇതാണ് അവസ്ഥ. ഇതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിക്കൊണ്ട് നിങ്ങൾ നക്കപ്പിച്ച് 1, 2, 4 സീറ്റ് കൊടുത്ത് പഴയതുപോലെ ഒതുക്കാനാണ് ശ്രമമെങ്കിൽ CP ജോൺ സാറ് ഞാൻ പറഞ്ഞു ഞങ്ങൾ അത് പ്രതികരിക്കും.
ഞാൻ ജോൺ സാറിൻ്റെ പേര് പറയാൻ കാരണം അദ്ദേഹം എനിക്ക് നേരിട്ട് അറിയുന്ന ആളാണ്, മാത്രമല്ല നല്ലൊരു മനുഷ്യനായിട്ട്. അദ്ദേഹത്തെ രാജ്യം ഭരിക്കാൻ പേരിട്ടാണ്, എന്തുകൊണ്ടും നല്ലതാണ്. ലീഗിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കോൺഗ്രസ് മറ്റ് നേതാക്കൾ പറഞ്ഞാലും അവർക്കൊന്നും ആ വിധേയമുള്ള അനുയായികൾ വിധേയത്തുള്ള അനുയായികൾ കൂടെ ഉള്ളപ്പോൾ അവരൊന്നും അതറിയില്ല. ആനപ്പുറത്തിരിക്കുന്ന ആളെപ്പോലെയാണ്, അവനൊന്നും അറിയില്ല, അവനറിയുന്ന കാര്യമില്ല. പട്ടിണി കിടന്നിട്ടാണെങ്കിലും അവരൊക്കെ സുഭിക്ഷമായിട്ട് അന്വേഷിക്കും. പക്ഷേ ജോൺ സാർ അങ്ങനെയല്ല. ജോൺ സാർ CP ജോണല്ല, പുള്ളി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. പ്ലാനിംഗ് ബോർഡ് ഡെപ്യൂട്ടി ചെയർമാൻ എന്നുള്ള അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്താണ് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം, താങ്കൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുരളീധരൻ എന്ന വിഡ്ഢി തന്നെ ഉള്ളൂ, കരുണാകരൻ്റെ മകൻ്റെ വിഡ്ഢി തന്നെ ഉള്ളൂ. മഹാവിഡ്ഢി വന്ന് BJP കയ്യിലേക്ക് അധികാരം കൊടുത്ത പോലെ CPM കയ്യിലേക്ക് വീണ്ടും അധികാരം കൊടുക്കാനുള്ള സംവിധാനം നിങ്ങൾ നോക്കരുത്. ഇന്നിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, പഞ്ചായത്ത് ഒരു MLA പോലും ആകാത്ത ചന്ദ്രശേഖരൻ ആ സദസ്സിൽ ഉണ്ടായിരുന്നു. ആ ചന്ദ്രശേഖരൻ ചോദിക്കാനായിട്ട് മുഖ്യമന്ത്രി വിളിക്കുന്നതിൽ മരുമോൻ്റെ കുടുംബക്കാരെ വിളിക്കണമെന്ന്. ഇവിടെ നിങ്ങളുടെ അവതാരമൊന്നും വേണ്ട, പൊതുമരാമത്ത് വന്ധ്യ വിളിക്കുന്നത്. അത് മുഹമ്മദ് റിയാസ് ഒന്നല്ല. മുഹമ്മദ് റിയാസ് മുസ്ലിമാണ്, ഏറ്റവും കാരണത്തിലാണെന്ന് വിളിക്കാറുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ സഹായിക്കുക? എന്തുകൊണ്ട് ഞങ്ങൾ സഹായിക്കും? ഒരു മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാന്ന് പറയാൻ പറ്റില്ല, കാരണം ആ രീതിയിൽ പേര് മാത്രമേ ഉള്ളൂ. ഒരു മുസ്ലിം നാമധാരിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകൻ, അത്ര ഹൈലി സ്വാധീനമുള്ള ഒരാൾ മുസ്ലിം എന്ന് നാമധാരി അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ യോഗത്തിലോ എത്താൻ പറ്റില്ല എന്ന് പിന്നെ സാധാരണ താടിയും തൊപ്പി വെച്ച മുസ്ലിങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് വോട്ട് ചെയ്യാൻ പറയാൻ മുസ്ലിങ്ങളോട് പറയാൻ പറ്റും? ഇതിലൊക്കെ ബീഹാറിൽ ഒരു പാവ സ്ത്രീ എന്തോ പരാതിയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ ചെന്നാണ്. ഒരു സ്ത്രീയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അവിടെ മക്കളൊക്കെ കൊടുത്ത് അവർ തല്ലിപ്പോന്നില്ലേ? എന്നിട്ട് വായിൽ വെച്ചോട്ട് മൂത്രം ബ്രാൻഡിയും വയോവൃത്തിയാണ്, പിന്നെ നോമ്പുകാരി കൂടിയാണ്. എന്താണ് ഇന്ത്യയിലെ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളെ നിങ്ങൾ എത്ര പ്രതികരിച്ചു വന്നിട്ടത്? നമ്മുടെ മോഹൻലാൽജി ഇതൊക്കെ പറയുമ്പോഴേ കുറേ വിഷമമുണ്ട്. ഞാൻ ഇത്രയൊന്നും കാര്യങ്ങൾ ഇടപെട്ട് പറഞ്ഞ ആളല്ല, ഞാൻ കോമൺ ആയിട്ട് പോയ ആളാണ്. പക്ഷെ കാണുമ്പോഴുള്ള ഒരു പൂച്ചയെ എലിയെ കാവലേൽപ്പിച്ച പോലെയാണ്. പറഞ്ഞു പറയുമ്പോൾ ഒന്നുമില്ലാതെ വരുന്നു. അവസാനം നോക്കിയപ്പോൾ ഓരോ എലിയും അവനും പൂച്ച മാത്രമേ, ബാക്കിയെല്ലാം ചാപ്പിട്ട പോലെ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽജിയുടെ കാര്യം പറയാം. പണ്ട് ഏതൊരു സിനിമയിൽ ഒരു പട്ടാള വേഷം കെട്ടിയതിൻ്റെ പേരിൽ പട്ടാളത്തിന് സ്ഥാനമാനം കൊടുത്തില്ലേ, ക്യാപ്റ്റൻ കൊടുത്തില്ലേ? 20-30 വർഷമൊക്കെ യുദ്ധ സ്ഥലത്ത് പോയി ജീവൻ പണിപ്പെടുത്തി പണിയെടുത്ത് വന്ന് കൊടുക്കുന്ന കേണൽ പതിവൊക്കെ ഒരു സിനിമയിൽ എന്ന് അഭിനയിച്ചതിന് കൊടുത്തവരും തല്ലണം, വാങ്ങിച്ച് സ്വീകരിച്ചും കൊള്ളും. അന്തസ്സുണ്ടെങ്കിൽ മോഹൻലാൽ നിങ്ങളത് സ്ഥാനം മാറിക്കൊടുക്കട്ടെ. നിങ്ങളത് പറയട്ടെ. ഞാനിതിൽ ഞാനിത് അർഹതയില്ല. കാരണം പട്ടിണി കിടന്ന് 10-20 വർഷക്കാലം 30 വർഷക്കാലമൊക്കെ രാജ്യസേവനം ചെയ്ത് പട്ടാൾക്കാർക്ക് കിട്ടേണ്ട പദവിയാണ് കേണൽ. ആ കേണൽ ഒരു അതേ സിനിമ പട്ടാൾക്കാരുടെ അപേക്ഷിച്ച വലിയ എനിക്ക് തരാൻ പാടില്ല, ഞാൻ വാങ്ങൂല എന്ന് പറയണ്ടോ? അത് പോട്ടെ, നിങ്ങളുടെ കാര്യം. ഇവിടെ എല്ലാം നടക്കുന്ന തെറ്റാണല്ലോ. ആ മോഹൻലാൽ ഏതൊരു സ്വീഡനിലെ പിന്നെ സഞ്ചാരിയായ ഒരു സ്ത്രീ ട്രിവാൻഡ്രത്ത് വീണപ്പോഴേ എത്ര ചട്ട കുടഞ്ഞെഴുന്നേറ്റ് അവർക്കൊരു വാദിക്കാൻ വന്നു മോഹൻലാൽജി. ഇതുപോലെ പട്ടപ്പകല് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേക്ക് പരാതിയായിട്ട് എന്ന് തല്ലിക്കൊന്നപ്പോൾ, ഏടോ മോഹൻലാലെ നിങ്ങൾ എന്തോടോ പ്രതികരിച്ചു? ഏടോ മമ്മൂട്ടി നിങ്ങളത് പ്രതികരിച്ചോ? ഏടോ മറ്റേ എന്താണ് ഫാസല് ഷാഫി പറമ്പിൽ നിങ്ങൾ പ്രതിച്ചു? എന്താണോ നിങ്ങൾക്ക് പണി? അനീതിക്കെതിരെ പൊരുതുക എന്നുള്ളതാണ്. അനീതിക്കെതിരെ പൊരുതുക എന്ന് പറഞ്ഞാൽ നീതിയുടെ കൂടെ നിൽക്കുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നതാണ്. അല്ല മുസ്ലിമോ ഹിന്ദുവോ നായരോ ഇതൊക്കെ നോക്കില്ല. നീതിക്ക് അനുകൂലമായി നിൽക്കണം, അനീതിക്കെതിരെ പൊരുതും. വോയിസ് ഫോർ വോയിസ്ലെസ്. ശബ്ദമില്ലാത്തതുകൊണ്ട് വായിച്ച ശബ്ദമാണ് വോയിസ് ഓഫ് ജസ്റ്റിസ്. പറയും നിങ്ങൾ ആലോചിച്ചത്. ഒരു വിദേശ സഞ്ചാരി സ്വിറ്റ്സർലൻഡുകാരിയായിട്ട് വിദേശ സഞ്ചാരി ട്രിവാൻഡ്രത്ത് നടന്നു പോയപ്പോൾ കാലിട്ട് വീണിട്ട് മോഹൻലാൽ കണ്ണീരി അടിച്ച്. ഇതൊക്കെ മൊയ്തീൻ ഷാ പോലുള്ള നികൃഷ്ട ജീവിയില്ല, പിന്നെ ആരോടും ഇതൊക്കെ പറയാനുള്ളത്? ഇവിടെ നീതി ഇവിടെ കിടക്കുന്നു, സത്യം ഇവിടെ കിടക്കുന്നു.
അത് സങ്കടമുണ്ടത്. ഞാൻ വീണ്ടും പറയാണ്, പൂച്ചയെ കാവലേൽപ്പിച്ച് എലിയെ നിങ്ങൾ പോയിക്കോ, ഞാൻ നിങ്ങൾ സംരക്ഷണം നടത്തുന്ന കാവൽ ഏറ്റേറ്റ് പോയി ഒരു അവസാനം ഒരു തിരിഞ്ഞോ ഇപ്പോൾ അവനും ബാക്കിയെല്ലാം ഷാപ്പിട്ട് ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് പ്രതികരിക്കാൻ ഒരു ബുദ്ധിജീവിയില്ല, ഒരു വിദ്യാസമ്പന്നില്ല, ഒരു സംസ്കാര നേതാവില്ല. ഇതിനേക്കാൾ പറ്റിയ ഉദാഹരണം പിന്നെ എന്താ പറയുക? മോഹൻലാലിൻ്റെ ഉദാഹരണം അല്ല പിന്നെ എന്താ പറയുക? ഞാൻ വീണ്ടും എടുത്തവരാണ്. ഒരു വിദേശ ടൂറിസ്റ്റ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് യാതൊരു തെറ്റില്ല. പക്ഷെ അവർ കാലിട്ട് വീണ്ടപ്പോൾ കണ്ണീരി അടിച്ച മോഹൻലാൽ ഇതുപോലെ നിരാശ്രയ നിരപരാധികളായ സാധുക്കൾ, ജാതി എന്തോട്ടെ പേരെന്തോട്ടെ, അവരൊക്കെ അവൻ്റെ പഞ്ചായത്ത് പ്രശ്നം പിടിച്ചപ്പോൾ തല്ലിക്കൊല്ലാതെ വെള്ളം ചോദിച്ചപ്പോൾ മൂത്രവും പിന്നെ ബ്രാൻഡിയും കൊടുക്കുന്ന പറയുമ്പോഴേ ഈടവും മോഹൻലാലെ നിങ്ങൾക്ക് എന്തിനാണോ ഇനി ജീവിച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഭാരമായിട്ട്? മോഹൻലാലിന് മാത്രമല്ല മമ്മൂട്ടിയെ പറയാണ്. പക്ഷെ മമ്മൂട്ടി പ്രതികരിക്കുമെന്ന് ജാതിയാന്ന് പറയുക കമ്പനിക്ക്. മറ്റേ മോഹൻലാൽ നിങ്ങൾ ജാതി മുസ്ലിം ജാതി ഒന്നുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എതിർക്കാതെ മാത്രം നിങ്ങളാണ് എതിർക്കേണ്ടത്. വ്യത്യസ്ത രൂപങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഗൾഫിൽ അല്ലെങ്കിൽ യമനിൽ ഒരച്ഛന് കുടുങ്ങിയപ്പോൾ ആ മുസ്ലിമ ഞങ്ങളാണ് ആദ്യമായിട്ട് ഇടപെട്ടതിന്. അതുപോലെ നിങ്ങൾ ഇടപെടണം. ആ യമനിൽ കുടുങ്ങിയ അച്ഛന് വേണ്ടി ഫാദർ ടോപ്പ് ഉഴുന്നാലിന് വേണ്ടി മൊയ്തീൻ ഷായുടെ വോയിസ് ഓഫ് ജസ്റ്റിസ് സംഘടന ഒരു ഫ്ലെക്സ് വെച്ച് ആ ഫ്ലെക്സ് കണ്ടുകൊണ്ട് ക്രിസ്തീയ സ്ത്രീകൾ എൻ്റെ സഹോദരിമാർ എത്ര പേരെന്നെ വിളിച്ച് സന്തോഷം പറയും. ഞങ്ങൾ കണ്ണീര് വരുന്നു സാറേ സന്തോഷം കൊണ്ട്. കാരണം ഒരാളെങ്കിലും പുറത്തുണ്ടായില്ലോ. പള്ളിയിൽ ചർച്ചിൽ മുസ്ലിമല്ലേ ചർച്ചിൽ കുറേ പിരിവെടുത്ത് കുറേ പ്രാർത്ഥിച്ചല്ലാതെ രംഗത്ത് ആരും വന്നില്ല. ഒരു പോസ്റ്ററും വെച്ചില്ലാരും. ഞങ്ങൾ ആദ്യമായിട്ട് വോയിസ് ഓഫ് ജസ്റ്റിസ് ഹാജി മൊയ്തീൻ ഷാ എന്നിട്ട് പിന്നെ ഫാദർ മൂന്നാലും മോജി പോകുന്നുണ്ട് പല സമരത്തിൽ ആ സഭ വിജയിച്ചു അത്തോളം അത് വരെ ചെയ്ത് ഡോൺ ബോസ്കോയിൽ അദ്ദേഹത്തെ സ്വീകരണം കൊടുത്തപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചു. അദ്ദേഹത്തെക്കാൾ ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെയാണ്. ഓക്കെ. അതിൽ മോഹൻലാൽ മാധവം പെടുന്നാര് തെക്കേ വാൾക്ക് മാധവം പെടുന്നാര് ജനിച്ച ആൾ അവസാനം ദരിദ്രമായി മരിച്ച ആള് മരിക്കുമ്പോയിട്ട് അദ്ദേഹം നിരാശ. ഇപ്പോൾ മൊയ്തീൻ ഷായിട്ടാണ് അയാളെ സ്വീകരിക്കാൻ. ഞാൻ അവിടെ ജാതി വന്ന് നോക്കിയില്ല. ഇന്ന് എന്തേ എനിക്കെതിരെ മറ്റേതെങ്കിലും സമുദായത്തിൽ പോലും ഒരാൾ ഇത്രയും പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളെ ഒരു അഭിനന്ദന വാക്ക് പറയാൻ പോലും ധൈര്യമില്ല ആർക്കും. ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. എന്നെ ഒന്നും സ്വീകരിക്കുന്നു ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പറയണം. മതമുടാരെ നിരാശ്രയ മതമുടാരെ എല്ലാം കളഞ്ഞ് സമ്പത്തിന് വേണ്ടി നമ്മൾ അന്തസ്സായിട്ട് പ്രേം നസീർ വന്നിട്ട് പോലും ചെമ്പരക്കി മേഖല അത്ര ആളുണ്ടായില്ല. 140 മണ്ഡലങ്ങളിൽ ഇടുക്കി വെച്ച് 139 മണ്ഡലങ്ങളിൽ പ്രേം നസീർ പ്രസംഗിച്ചു കൂടി ചെമ്പരക്കിൽ പ്രസംഗിച്ചു. ഇത് 3 മണിക്കൂർ റോഡ് ബ്ലോക്കായി. 3 ആന നെറ്റിപ്പട്ടം കിട്ടിയ ആനയും 250 ഓട്ടോറിക്ഷ കൂടി 5 കിലോമീറ്റർ ദൂരം അദ്ദേഹത്തെ വീട്ടിൽ പോയി തുറന്ന ജീപ്പിൽ സന്ധ്യാസമയത്ത് കൊണ്ടുവന്നപ്പോൾ ഈ 5 കിലോമീറ്ററിൻ്റെ 2 അരികിലും സ്ത്രീകൾ ഉൾപ്പെടെ കാത്തിരിക്കായിരുന്നു എന്നെയും അദ്ദേഹത്തെ കാണാൻ വേണ്ടി. ആ മൊയ്തീൻ ഷാ വർഷം എത്ര? ഇപ്പോൾ 88-ലാണ്. 90 തന്നെ ഇപ്പോൾ എത്ര? 25, 35, 36 വർഷമായില്ലേ. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണ്. അതിനുശേഷം എത്രയോ കാര്യങ്ങൾ സാമൂഹ്യ ജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജാതി മത വ്യത്യാസം എന്നെ മൊയ്തീൻ ഷാ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം സുഹൃത്ത്, മുസ്ലിങ്ങളല്ല അമുസ്ലിം സുഹൃത്തിൽ ഒരുത്തരെങ്കിലും എൻ്റെ പ്രവൃത്തിയോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണ് മൊയ്തീൻ ഷായും അവർ തമ്മിൽ വ്യത്യാസം. ദാറ്റ് എ മെയിൻ ഡിഫറൻസ്. നമ്മൾ ജാതിക്കും മതത്തിന് വേണ്ടി നിൽക്കുന്നില്ല. അനീതിക്കെതിരെ പൊരുതും. അനീതിക്ക് പൊരുതുമ്പോഴാണ് ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം വേണം. അതാണ് നീതി. അത് മാത്രം ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ല വേറെ ഒന്നും പറയുന്നില്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി നമ്മൾ സ്വീകരിച്ചത് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട. അവിടെ ആരെന്നുള്ളതല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്താണ്. അതുപോലെ നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ജാതിക്ക് വേണ്ടി വാദിക്കുകയില്ല. എനിക്കൊരു വിശ്വാസമുണ്ട്, അത് അവിടെ എടുക്കും. പക്ഷേ നീതി ഇന്നത്തെ കണ്ടീഷനിൽ നീതി കിട്ടാത്തത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം മെയിനായിട്ട്. അതാണ് ഞാൻ ബീഹാറിൽ കണ്ട ലാസ്റ്റ്, മറ്റേ UP-യിൽ കണ്ടില്ലേ എത്ര സംഭവങ്ങൾ. അത് നമ്മൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും? അത് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടമില്ല. ഞാൻ കേരളത്തിൽ വീണ് UDF-ൻ്റെ കാര്യമാണ്. UDF അധികാരത്തിൽ കയറുമെന്ന് അമിതമായ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അത് എന്തുകൊണ്ട് വെച്ചാൽ UDF-ന് നന്മ കൊണ്ടോ LDF-ന് തിന്മ കൊണ്ടല്ല. പക്ഷേ UDF ഇത്താൻ ജയിച്ചില്ലെങ്കിൽ LDF നിലനിൽക്കില്ല. LDF നിലനിർത്താനുള്ള ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ടാണ് UDF ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾ ശ്രമിക്കുന്നത്, വിജയിക്കുകയും ചെയ്യും.
പക്ഷേ അപ്പോഴും കോൺഗ്രസ് ഈ സ്ഥാനമാൾ പങ്കിടുമ്പോൾ 24 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കണം. അതാർക്ക് എവിടെ എപ്പോൾ എങ്ങനെ എന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ നിങ്ങൾ ആ ബാധ്യത കൊടുക്കണം. ബാക്കി 21 പേര് ലീഗിലുണ്ടെന്ന് വയ്ക്കാം. അല്ല, ഈ ലീഗിന് കൊടുത്ത 21 സീറ്റ് കൊടുത്ത് അത് മതി. ഇനി അവർ മുസ്ലിങ്ങൾക്ക് അത് മതി. പണ്ട് ഒരു ചെറുക്കൻ വീട്ടിൽ വേഷസ്ത്രീ പറഞ്ഞ് നീ പോയി എന്നിട്ട് ചേട്ടനോട് വരാൻ പറഞ്ഞു, എന്നിട്ട് അവരെ പിടിച്ചെന്തോ തൊടിയിച്ചു കിട്ടുമെന്ന് പറയും പോലെ അങ്ങനെ തൂപ്പിക്കാൻ വേണ്ട. ലീഗിന് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് തൂപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ സമുദായത്തെ അത് മതി, അവർക്ക് അത്ര യോഗ്യത ഉള്ളൂ എന്ന് പറഞ്ഞ് അവഹേളിച്ചാൽ, അറബിക് സർവകലാശാല കൊടുക്കാതെ എങ്ങനെ ഈ സമുദായത്തെ മുസ്ലിം ലീഗ് കോൺഗ്രസ് അവഹേളിച്ചോ അതുപോലെ ഇതുപോലെ അവഹേളിക്കുകയാണെങ്കിൽ അന്ന് കാത്തിരുന്നു, ഇനി കാത്തിരിക്കില്ല. ശക്തമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ ഉറപ്പോടുകൂടി 100% സുതാര്യമായിട്ടും പ്രതികരിക്കേണ്ട എല്ലാ ക്ലോസും കയ്യിലുണ്ട്. ഇത് മൊയ്തീൻ ഷാ, ഇത് മദിനല്ല, ഇത് മൊയ്തീൻ ഷാണ്. അങ്ങനെ ചൂടായി സംസാരിക്കും അല്ലെങ്കിൽ RS വിരോധം പറഞ്ഞ് നടക്കുന്നതല്ല. ന്യായമായിട്ടും സത്യസന്ധമായിട്ടും പറഞ്ഞ് ഫലിപ്പിക്കും. തീവ്രവാദം ഇല്ലാതെ, ഭീകരവാദം ഇല്ലാതെ, വിഘടനവാദം ഇല്ലാതെ, രാജ്യസ്നേഹി ആയിക്കൊണ്ട് തന്നെ. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് പറയുമ്പോൾ തന്നെ അഭിമാനം ഞാനൊരു ഇന്ത്യക്കാരല്ലേ, ഭാരതീയം എന്ന് പറയാം. ഒരു വ്യത്യാസമില്ല. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദേശീയവാദിയാണ് മൊയ്തീൻ ഷാ. ആ മൊയ്തീൻ ഷാ പറയാണ്, ഞങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കാനുള്ള എല്ലാ കരുക്കളും എൻ്റെ കയ്യിലല്ല, എൻ്റെ ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ട്. ഞാനും കൂടെ എൻ്റെ ഇനി കൊന്നിട്ടും കാര്യമില്ല, അതൊരു ഗ്രൂപ്പിലായിരിക്കുന്നത്, അത് അവർ പ്രയോഗിക്കും. അത് എങ്ങനെയാണെന്നൊക്കെ ലിസ്റ്റ് ഒന്നും പറയാം. രഹസ്യമായിട്ടും ഒളിച്ചു വെച്ചും ഒരാളുടെയും മുസ്ലിം സമുദായത്തിൽ നിന്ന് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയിൽ നിങ്ങൾ പറയുന്നുണ്ടോ? വേറെ എത്രയോ പറഞ്ഞു, പോറ്റി പറഞ്ഞു, നായർ പറഞ്ഞു, മേനോൻ പറഞ്ഞു, മാപ്പിള പറഞ്ഞു, ഹരിജൻ ദളിതൊക്കെ പറഞ്ഞു. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലുവയിൽ MLA ഉണ്ട്. പിന്നെ ആലുവയിൽ MLA ഉള്ളൂ. പിന്നെ ഉള്ളത് MLA എന്താണ് ഇദ്ദേഹം പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പോരാ, അങ്ങനെ നക്കപ്പിച്ച പറഞ്ഞാൽ പോരാ. വ്യക്തമായിട്ട് 24 സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്സിൽ, UDF മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം. ലീഗിൻ്റെ അല്ലേ പറഞ്ഞത്, മുസ്ലിം സമുദായത്തിൽ. അത് ഞാൻ കണക്ക് ഉദ്ധരിച്ച് എന്തുകൊണ്ട് പറഞ്ഞു ചോദിച്ചു. അത് ഞാൻ ഒരിക്കലും പറഞ്ഞാൽ നിർത്താൻ പറ്റും. ഒന്ന്, ആകെയുള്ള മുസ്ലിങ്ങൾ 50% കോൺഗ്രസ്, 50% കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, അല്ല 50% ലീഗാണെന്ന് വിചാരിക്കുക വാദത്തിന് വേണ്ടി. അപ്പോൾ 50% ഉണ്ടെങ്കിൽ അവർക്ക് 27 സീറ്റുകൾ കൊടുത്തില്ലേ? അപ്പോൾ അതുപോലെ 27 സീറ്റ് കൂടെ കൊടുക്കട്ടെ. നമ്പർ 1. നമ്പർ 2, 35% ഉണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 50 സീറ്റ് വരും. 50 ലീഗിനോട് 23 കഴിഞ്ഞാൽ പിന്നെ 27 കൊടുക്കണം. അത് നമ്മൾ 24 പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഞാൻ CP ജോൺ സാറോട് പറയാണ്, ജോൺ സാറെ ഞാൻ അങ്ങനത്തെ ബഹുമാനിക്കും, എൻ്റെ നേതാവ് കൂടിയാണ്. എനിക്ക് അദ്ദേഹത്തോട് പാർട്ടിയോടോ കോൺഗ്രസ് പാർട്ടി യാതൊരു ഇഷ്ടക്കുറവുമില്ല. UDF അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് വിചാരിക്കുക. അതിനുള്ള എല്ലാ കരുക്കളും നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ മണ്ടനാകാൻ പാടില്ല. പണ്ട് ജീവൻ പോകുന്നില്ല പേടി, വെളുത്തേടിൻ്റെ വടയിൽ കൂടി പോകണമെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഒന്നാലും വെള്ളം അവരുടെ മുമ്പിൽ കൂടെ പോകണമെന്ന് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ജയിപ്പിക്കും ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മണ്ടനാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഫൂളാക്കിക്കൊണ്ട് അത് വേണ്ട. ഐ ഡോണ്ട് ലൈക്ക്. അത് നമുക്കിഷ്ടമല്ല, അത് സമ്മതിക്കുകയില്ല. വളരെ കറക്റ്റാണ്. ഞാൻ പോലെ എന്നൊക്കെ തല്ലിക്കൊണ്ടിട്ട് കാര്യമില്ല. എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ ഫയലും ചെയ്യേണ്ട രീതിയൊക്കെ പ്ലാനൊക്കെ റേട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ 31 പേരാണ്. അതിൽ ഞാൻ മാത്രമുള്ള ഒരാൾ, ബാക്കി 30 പേര് പുറത്തുള്ളവരാണ്. എല്ലാ ജാതിക്കാരുമാണ്, എല്ലാ അനുഭാവികളും ഉള്ളവരാണ്, അവരുടെ ലിസ്റ്റുള്ളത്. അതുപോലെ മറ്റേതെങ്കിലും സമുദായത്തെ കിട്ടിയില്ലെങ്കിൽ ഇന്നിപ്പോൾ ധീവരസഭയുടെ വാർഷികം 100 വർഷമായിട്ടോ ആലോചിച്ചില്ലേ, പ്രധാനമന്ത്രി ഉദ്ഘാടനല്ലേ. ഈ LDF UDF കൂടി ധീവരസഭയെപ്പറ്റി നിരകരണങ്ങൾ BJPക്ക് വിട്ടുകൊടുത്തില്ലേ? കൊടുത്തോ? കുഞ്ഞാക്കായി ഉണ്ടായല്ലോ. എല്ലാവരും മുസ്ലിം ലീഗും ധീവരന്മാരും ഒക്കെ ഒറ്റ കൈയായിരുന്നു. ഈഴുവരൊക്കെ അവിൻ്റെയൊക്കെ സമുദായത്തിൽപ്പെട്ട് നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങൾ ആർക്ക് വിട്ടുകൊടുത്ത്? BJPയിൽ വിട്ടുകൊടുത്തത്. നിങ്ങൾ കൈ കഴിയില്ലേ? ഞാൻ എൻ്റെ മുമ്പിൽ കൂടെ പോന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഒരു കാലത്ത് ധീവരന്മാരെല്ലാം കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു, ലീഗ് ഉൾപ്പെടെ ശക്തിയുടെ കൂടെയായിരുന്നു. ഈ ധീവരസഭ ഇത് BJPയുടെ കയ്യിലേക്ക് നിങ്ങൾ പറഞ്ഞു വിട്ടാണ്. ആ ചെയ്യുന്ന മുഴുവൻ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യ രാജ്യം പിടിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണിക്കുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി കാണിക്കുന്നില്ല.
അവർ ലാഭം, എനിക്ക് ലാഭം. കേന്ദ്രത്തിൽ ഭരിക്കാൻ അവിടെ മന്ത്രിയാണ്, കേരളത്തിൽ ഇവിടെ മന്ത്രിയാണ്. അത് ഒരു സ്ഥലത്തില്ലാത്ത അവസ്ഥ വരും. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഈ പടുവൃദ്ധന്മാർ ഇനി തൃപ്പൂണിത്തതിനുള്ള ഞാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഊഹിക്കുന്നത് തൃപ്പൂണിത്തതിന് ഏതൊരു ബാബുവിൻ്റെ വീട് വന്നുകൂടാന്നില്ല അതിരിക്കണത്. 4 ലക്ഷം കെട്ട് അങ്ങനെയാണ്. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി മാറി അവസാനം എന്നാൽ ഈ തവണ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ആർക്കും സംശയമുണ്ട്. അതോട് തീർന്നു UDF. ഞാൻ ഇന്നലെ പിണറായി വിജയൻ സഖാവിനോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഗണേഷ് കുമാറിനെ ഒരു കാരണവശാലും നിങ്ങളുടെ മുന്നണിയിൽ സ്ഥാനാർത്ഥിയാക്കരുത്. അതുകൊണ്ട് തന്നെ 10 സീറ്റുകൾ കൂടുതൽ കിട്ടും. ഗണേഷ് കുമാറിന് പാർട്ടി നിങ്ങൾ മുന്നണിയിൽ നിന്ന് മാറ്റിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരുന്നാൽ 10 സീറ്റ് അതിൻ്റെ പേരിൽ കൂടുതൽ കിട്ടും നിങ്ങൾക്ക്. അത്രയും ജനങ്ങൾ വെറുത്തിരിക്കുക. അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. അതാണ് കാര്യം. സംസ്കാരമൊന്നുമില്ല. ഇവിടെ സംസ്കാരം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ചെയ്യുന്നില്ലെന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തണം. ആ മനുഷ്യനെക്കുറിച്ച് മുകേഷും പുള്ളിയെക്കുറിച്ചൊക്കെ കേൾക്കുന്ന രീതി എന്താണ്? ഇന്ന് കണ്ടില്ലേ, കോൺഗ്രസ് ശശി എടുത്തില്ലേ? ഇന്നിപ്പോൾ പാലക്കാട് അവർക്ക് എതിരാണ് ശശി എടുത്തതിൽ. കോൺഗ്രസ് കാണിക്കുന്ന ഓരോ മണ്ഡലത്തിലും എന്തിൻ്റെ പോരായിക്കാണ് ശശി നിങ്ങളെടുത്ത് കോൺഗ്രസിലെടുത്ത് 10-30 വർഷക്കാലം 40 വർഷക്കാലം കോൺഗ്രസിൽ കൊടി പിടിച്ച നേതാക്കളുള്ളപ്പോൾ അവരൊരാൾ പരിഗണിക്കാൻ നിങ്ങൾ ആ പെൺകേസും കുഴമ്പ് കേസിൽ തെറ്റുപറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റാത്ത ഒരാൾ അവന് ഒന്നിനും കൂടുതലെന്നുള്ള അതൊരു പഴഞ്ചലുണ്ട്. സർവ്വസമ്മതനായ ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞാൽ അവൻ നിർഗുണനാണ്, ഒന്നും കൊള്ളില്ല. നരസിംഹറാവുവിൻ്റെ അടുത്തല്ലേ? അത് എന്തോ വേറൊരു പോകൻ പോലെ ആയിപ്പോയില്ലേ? അതുപോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിവാക്കി ഒരാൾ എടുക്കാന്ന് വെച്ചാൽ അവൻ പിന്നെ സമൂഹത്തെ പറ്റിയാലെന്നുള്ള അതൊന്നും കണക്കാക്കാതെ എന്തോ ചെറിയ ലാഭം വെച്ച് ഒരു 10% വോട്ട് കിട്ടുക. 10% വോട്ട് കിട്ടുമ്പോൾ 30%, 20% ഒരിപ്പുറത്ത് പോകുന്നു. ഇപ്പം BJP അതേ അവസ്ഥയാണ്. BJP ഇവിടെ 30-40 വർഷക്കാലം പണിത നേതാക്കളുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും സാധ്യയില്ലാത്ത കാലത്ത് എനിക്കറിയാം. പല RS സുഹൃത്തുക്കളും BJP സുഹൃത്തുക്കറിയാം. അടിയന്താവസ്ഥ കാലത്ത് തല്ലുകൊണ്ട് ഇപ്പോഴും എഴുന്നേറ്റെടുക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കാതെ രാജ്യത്ത് ഇദ്ദേഹത്തെ പോലെ കോടീശ്വരം വന്നപ്പോൾ മോഡിക്കാണ് കൊടുത്തത്. 10 വോട്ട് വരുമ്പോൾ 20 വോട്ട് പുറത്തു പോകും. ഇപ്പം ഇയാൾ 2020 ആ കോടീശ്വരം എടുത്ത് എന്ത് പറ്റി? 10 വോട്ട് അവിടെ വരുമ്പോൾ 20 വോട്ട് ഇപ്പോൾ പോവും. ഒന്ന് ആലോചിച്ച്, എറണാകുളം ജില്ലയിൽ മത്സരിക്കാൻ സീറ്റ് BJPക്കാർക്കില്ല. 2020 ആൾക്കുണ്ട്. അത് സഹിക്കുമോ? അവൻ കാല് വരും. അതാണ് തമ്മൻ അഴിമ ചാണ്ടി മുറുക്കുന്നത്. ആ ഒരു രീതി പോലെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ചെയ്യില്ലേ? നിങ്ങൾ ന്യായമായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ആൾക്കാർ ജാതി മതം നോക്കാതെ അവർക്ക് അവസരം കൊടുക്കുക. നീ ജയിക്കട്ടെ തോൽക്കട്ടെ. തന്നെയുമല്ല, എന്ത് മാനദണ്ഡത്തിലാണ് 100 സീറ്റ് കോൺഗ്രസ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? 40 സീറ്റേ പുറത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ലീഗിൻ്റെ 27 ഉൾപ്പെടെ എല്ലാം ചെയ്ത് 40, ബാക്കി 100 സീറ്റ് കോൺഗ്രസ്സാണ്. ഇവിടെ 23 ലക്ഷം മെമ്പർമാരുള്ള കോൺഗ്രസ് ലീഗ് ഉണ്ടെങ്കിൽ 33 ലക്ഷം മെമ്പർമാരുള്ള കോൺഗ്രസ്സിന് അതിന് അപേക്ഷിച്ചാൽ 27-37 സീറ്റ് കിട്ടും. മാക്സിമം 40 സീറ്റ് കൂട്ടിക്കും. 40 സീറ്റ്, ബാക്കി 60 സീറ്റുകൾ കൂടുതലാണ് ചോദിക്കുന്നത്. എന്താണ്? ലീഗിന് ഇപ്പോൾ 21 ലക്ഷം ഉണ്ടെങ്കിൽ 27 എടുക്കുമ്പോൾ നിങ്ങൾക്കധികം 33 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾ 40 സീറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ. 27-40 അതിൽ വേണ്ടത് 27 40 സീറ്റ് മാക്സിമം. ബാക്കി 60 സീറ്റുകൾ കൂടുതൽ എടുക്കല്ലേ? ഈ 60 സീറ്റ് കൊടുക്ക് മറ്റുള്ള ആൾക്കാർക്കുണ്ട്. അത് പിന്നോക്ക അതർ ബാക്ക്വേർഡ് കമ്മിറ്റിയാണ്. ആശാരി മൂശാരി വർഗം 9% എല്ലാം കൂടി അവർക്ക് കിട്ടേണ്ട 14 സീറ്റ്, 13 സീറ്റ്. പിന്നെ മുസ്ലിങ്ങൾ കൂടെ 13, ഈ 26 സീറ്റ്. പിന്നെ ആ ഈ സീറ്റൊക്കെ നിങ്ങൾ അങ്ങോട്ട് പങ്കെടുത്തത്. അതായത് 1:36 ആണ്. 1:36. ഈഴവർക്ക് കിട്ടേണ്ട സ്ഥാനം നായർക്ക് കിട്ടിയ സ്ഥാനം പങ്കിട്ടാണല്ലോ. 36-1 ഈഴവർക്ക് കിട്ടുക. കാരണം 21% 4 മന്ത്രി സ്ഥാനവും 9% 11 മന്ത്രി സ്ഥാനം ഡെപ്യൂട്ടി സ്പീക്കറുടെ. അത് ഈക്വലൈസേഷൻ അല്ലെങ്കിൽ അനുവാദ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 1:36 ആണോ? ഇതൊന്നും ഞങ്ങൾ പഠിപ്പിക്കരുത്. അതുകൊണ്ട് മാന്യമായ രീതിയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാണ്. ധിക്കാരോ പിന്നെ വെല്ലുവിളിയൊന്നുമില്ല, സത്യസന്ധമായിട്ട് പറയാണ്. ജനസംഖ്യയ്ക്ക് ആനുപാതികമായ രീതിയിൽ സ്ഥാനമാനങ്ങൾ പങ്കിട്ട് മുന്നോട്ട് പോയാൽ ശുഭം, ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താതെ നിങ്ങൾക്ക് പോരായി. നന്ദി. ജയ് ഹിന്ദ്.